ഇസ്ലാമിൻ തേജസാണവർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ വനബിയ്യിനാ വഹബീബിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ അഖ്രിജ്നാ മിൻ ദുലുമാത്തിൽ വഹം വഅക്രിംനാ ബിനൂരിൽ ഫഹം വഫ്തഹ് അലൈനാ ബിമഅരിഫത്തിൽ ഇൽം വസഹ്ഹിൽ അഖ്ലാഖനാ ബിൽ ഹിൽം വജഅൽനാ മിമ്മൻ യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സന. പ്രിയപ്പെട്ടവരെ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രം വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ പഠിച്ചു. ഇനി മുതൽ നമ്മൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രം പഠിക്കാനാണ് ആരംഭിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രം പഠിക്കുന്നതിന് മുമ്പ് എന്തിനാണ് ആ ചരിത്രം പഠിക്കുന്നത് എന്ന് വ്യക്തമാക്കാൻ ശ്രമിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫത്ഹിൽ പറയുന്നുണ്ട്, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹത അശ്ശജറതി ഫഅലിമ മാ ഫീ ഖുലൂബിഹിം ഫഅൻസല അസ്സകീനത അലൈഹിം വഅസാബഹും ഫത്ഹൻ ഖരീബ. ഹുദൈബിയ സന്ധി സന്ദർഭത്തിൽ സഹാബാക്കൾ പ്രവാചകരോട് ബൈഅത്ത് ചെയ്തിരുന്നു, ഒരു ഉടമ്പടി ചെയ്തിരുന്നു. ആ ചരിത്രവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സൂക്തം പറയുന്നത്. അള്ളാഹു പറയുന്നത്, അന്ന് പ്രവാചകരോട് ബൈഅത്ത് ചെയ്ത സത്യവിശ്വാസികളെ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നാണ്. അഥവാ അവരുടെ പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിന് അങ്ങേയറ്റം സംതൃപ്തിയുണ്ട് എന്നാണ് ഈ ഒരു സൂക്തം വ്യക്തമാക്കുന്നത്. നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൻ്റെ സംതൃപ്തി നേടിയ ഒരു വിഭാഗത്തിൻ്റെ ജീവചരിത്രം പഠിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കാരണം നമ്മളും ഇവിടെ ജീവിക്കുന്നത് അള്ളാഹുവിൻ്റെ സംതൃപ്തി കരസ്ഥമാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരേത് രീതിയിലാണ് ജീവിച്ചത്, ഏത് രീതിയിൽ ജീവിച്ചത് കൊണ്ടാണ് അള്ളാഹുവിൻ്റെ സംതൃപ്തി അവർക്ക് കരസ്ഥമാക്കാൻ സാധിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സഹാബാക്കളുടെ ചരിത്രം പഠിക്കേണ്ടത് ഒരു മുഅ്മിനിൻ്റെ അനിവാര്യതയാണ് എന്നാണ് ഈ ഒരു സൂക്തത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രം പഠിക്കുന്നു? നമ്മൾ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുന്നുണ്ട്. എന്തിന്? ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. പ്രവാചകരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉദാത്ത മാതൃകയുണ്ട് എന്നാണ് ആ ഒരു സൂക്തം വ്യക്തമാക്കുന്നത്. അതുപോലെ പ്രവാചകനെ പോലെയുള്ള ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറയുന്നുണ്ട്, ലൗ കാന ബഅദി നബിയ്യുൻ ലകാന ഉമർ ഇബ്നുൽ ഖത്താബ്. എനിക്ക് ശേഷം ഒരു പ്രവാചകൻ ഉണ്ടാകുമായിരുന്നുവെങ്കിൽ അത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആകുമായിരുന്നു. അഥവാ ഒരു പ്രവാചകനാകാൻ മാത്രം ഉയർന്ന വ്യക്തിത്വത്തിനുടമയായിരുന്നു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എന്ന് പ്രവാചകരുടെ ഈ ഒരു വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രം പഠിക്കുന്നതിലൂടെ എങ്ങനെയാണ് ഒരു മുഅ്മിൻ ജീവിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്തേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കേണ്ടത് തുടങ്ങിയ ഒരു മുസ്ലിം പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രം പഠിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, ലഖദ് കാന ഫീമാ ഖബ്ലകും മിനൽ ഉമ്മമി മുഹദ്ദത്തുൻ ഫഇൻ യകു ഫീ ഉമ്മത്തി അഹദുൻ ഫഇന്നഹു ഉമർ. നേരത്തെ പറഞ്ഞ ലൗ കാന ബഅദി നബിയ്യുൻ ലകാന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എന്നൊരു ഹദീസ് പറഞ്ഞല്ലോ. ആ ഹദീസിൻ്റെ ഏകദേശം സമാനമായിട്ടുള്ള അർത്ഥം തന്നെയാണ് ഇവിടെയും വരുന്നത്. അഥവാ മുൻകാല സമൂഹത്തിൽ അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേക ജ്ഞാനം ലഭിച്ചവർ, അഥവാ ഇവിടെ നമ്മൾ മുഹദ്ദത്തുൻ എന്ന് പറയുന്നത് ഒരു സാങ്കേതിക ഭാഷയിൽ ഇൽഹാം എന്നൊക്കെയാണ് പറയുന്നത്. ഇൽഹാം എന്ന് പറഞ്ഞാൽ അത് വഹ്യല്ല. വഹ്യ എന്ന് പറഞ്ഞാൽ നേരിട്ട് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള നിർദ്ദേശം ലഭിക്കുന്നവരെയാണ് വഹ്യ എന്ന് പറയുന്നത്. അങ്ങനെ ലഭിച്ചവരാണ് പ്രവാചകന്മാർ. എന്നാൽ അതല്ല, അള്ളാഹു അവരുടെ മനസ്സിൽ ശരിയായ കാര്യങ്ങൾ ഇട്ടുകൊടുക്കും. അവർ എന്ത് ചെയ്യുന്നുവോ അത് 100% ശരിയായിട്ട് മാത്രമേ വരികയുള്ളൂ. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിന്, ഇങ്ങനെയുള്ള ഒരു കാര്യത്തിനാണ് ഇൽഹാം എന്ന് പറയുന്നത്. അത് ലഭിക്കുന്ന ഒരുപാട് ആളുകൾ മുൻകാല സമൂഹത്തിലുണ്ടായിരുന്നു. ഈ ഒരു സമൂഹത്തിൽ അങ്ങനെ ഫഇയകുഫി ഉമ്മത്തി അഹദൻ, ഈ ഒരു സമൂഹത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടാകുമായിരുന്നുവെങ്കിൽ അത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് വ്യക്തമാക്കി തരുന്നത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വ്യക്തിത്വം എത്രത്തോളം മഹത്തരമായിരുന്നു എന്നാണ്. ഒരു പ്രവാചകനാവാൻ മാത്രം ഉയർന്ന വ്യക്തിത്വത്തിനുടമയായിരുന്നു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. മാത്രവുമല്ല,
നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമ്മളെ ഈ ഭൂമി ലോകത്തേക്ക് അയച്ചത് അള്ളാഹുവിൻ്റെ ഖലീഫയായിട്ടാണ്. വൈദ ഖാല റബ്ബുക ലിൽ മലായികത്തി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെക്കുറിച്ച് പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ പ്രതിനിധിയായിട്ടാണ് നമ്മൾ ഇവിടേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഒരു പ്രതിനിധി എന്ന അർത്ഥത്തിൽ നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യാ ദാവൂദ് ഇന്നാ ജഅൽനാക ഖലീഫത്തൻ ഫിൽ അർളി ഫഹ്കും ബൈനൻ നാസി ബിൽ ഹഖ് വലാ തത്തബിഉൽ ഹവ ഫഹ്കും ബൈനൻ നാസി ബിൽ ഹഖ്. ഈ ഭൂമി ലോകത്ത് ധർമ്മവും നീതിയും സ്ഥാപിക്കുക എന്നതാണ് അള്ളാഹുവിൻ്റെ പ്രതിനിധി എന്ന അർത്ഥത്തിൽ നമ്മൾ ഇവിടെ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം. ആ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കണമെങ്കിൽ അതെങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രം പഠിക്കുന്നതിലൂടെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നുണ്ട്, ഇന്നല്ലാഹ ജഅലൽ ഹഖ് അലാ ലിസാനി ഉമർ വ ഖൽബിഹി. ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നാവിലും ഹൃദയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നീതിയും ധർമ്മവും സ്ഥാപിച്ചിരിക്കുന്നു. വഹുവൽ ഫാറൂഖ് ഫറഖല്ലാഹു ബിഹി ബൈനൽ ഹഖ് വൽ ബാത്തിൽ. സത്യവും അസത്യവും വേർതിരിക്കുന്ന വ്യക്തിയാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഉമർ റളിയല്ലാഹു തആല അൻഹു എന്ന പേര് പോലെ തന്നെ പ്രശസ്തമാണ് ഫാറൂഖ് എന്ന പേരും. ഫാറൂഖ് എന്ന് പറഞ്ഞാൽ സത്യവും അസത്യവും വേർതിരിക്കുന്ന വ്യക്തി എന്നാണ്. അഥവാ നമ്മുടെ ഖലീഫ എന്ന അർത്ഥത്തിലുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണ് നീതി സ്ഥാപിക്കുക എന്നത്. ആ നീതി എങ്ങനെയാണ് സ്ഥാപിക്കേണ്ടത് എന്ന് കൃത്യമായി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. മറ്റൊരു ഹദീസ്, അത് വല്ലാതെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ഹദീസാണ്. ഇബ്ലീസിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗലോകത്ത് നിന്ന് ആട്ടി പുറത്താക്കിയപ്പോൾ അള്ളാഹുവിനോട് പറയുന്ന ഒരു വാചകമുണ്ട്, ഖാല ഫബിഇസ്സതിക ലഉഗ്വിയന്നഹും അജ്മഈൻ. ഞാൻ സകല വിശ്വാസികളെയും വഴിപിഴപ്പിക്കുമെന്നാണ് ഇബ്ലീസ് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പറയുന്നത്. മാത്രവുമല്ല സൂറത്തുൽ ആറാഫിൽ ഇബ്ലീസ് തന്നെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും, സുമ്മ ലആതിയന്നകും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ ഐമാനിഹിം വഅൻ ശമാഇലിഹിം വലാ തജിദു അക്സറഹും ഷാകിരീൻ. ഞാൻ ഇടതുവശത്തൂടെയും വലതുവശത്തൂടെയും മുന്നിലൂടെയും പിന്നിലൂടെയും ഒക്കെ വന്ന് മുഅ്മിനീങ്ങളെ വഴിപിഴപ്പിക്കുമെന്നാണ് ഈ ഒരു സൂക്തത്തിലൂടെ ഇബ്ലീസ് പറയുന്നത്. മാത്രവുമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നുണ്ട്, ഇന്ന ശൈത്താന ലക്കും അദുവ്വൻ ഫത്തഖിദൂഹു അദുവ. പിശാച് നിങ്ങളുടെ ശത്രുവാണ്, ആ പിശാചിനെ നിങ്ങൾ ശത്രുവായി തന്നെ ഗണിക്കണമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ പിശാചിനോടുള്ള പോരാട്ടമാണ് ഈ നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ആ ഒരു പിശാചിനോട് പോരാടി ജയിക്കുമ്പോഴാണ് നമുക്ക് പാരത്രിക ലോകത്ത് വിജയിക്കാൻ സാധിക്കുന്നത്. എന്നാൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? വല്ലദീ നഫ്സി ബിയദിഹി മാ ലഖിയക ശൈത്താന ഖത്തു സാലികൻ ഫജ്ജൻ ഇല്ലാ സലക ഫജ്ജൻ ഗൈറ ഫജ്ജിക. ഈ ഒരു സൂക്തത്തിൽ, ഈ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു വഴിയിലൂടെ പ്രവേശിക്കുകയാണെങ്കിൽ അവിടെ പിശാജ് പോലും ആ വഴിയിലേക്ക് പ്രവേശിക്കുകയില്ല. പിശാജ് വഴിമാറി വേറൊരു വഴിയിലൂടെ സഞ്ചരിക്കും. ഇവിടെ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് എങ്ങനെയാണ് ഇത് സാധിച്ചത്? പിശാച് തന്നെ പറയുന്നുണ്ട്, ഏത് വിധേനയും ഞാൻ വഴി പിഴപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ആ പിശാച് ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു വഴിയിൽ പ്രവേശിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് മെല്ലെ വഴി മാറി മറ്റു സ്ഥലത്തിലൂടെ പോകും. അപ്പോൾ എങ്ങനെയാണ് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് ഈ ഒരു വിജയം സാധ്യമായത്? ആ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കണമെങ്കിലും ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നുണ്ട്, ഈ ഒരു വിഷയത്തിലേക്ക് അതൊരു കൃത്യമായിട്ടുള്ളൊരു സൂചനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അർഹം ഉമ്മത്തി ബി ഉമ്മത്തി അബൂബക്കർ. എൻ്റെ സമുദായത്തോട് ഏറ്റവും കരുണയുള്ള എൻ്റെ സമുദായത്തിലെ വ്യക്തി മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവാണ്. എന്നാൽ അശദ്ദുഹും ഫീ ദീനില്ല, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തി ആരാണ്? അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവാണ്. ഇങ്ങനെ മാത്രവുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഈ ഒരു ക്ലാസ്സിന് തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചല്ലോ. അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രം പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിലായി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രം പഠിക്കുന്നതിലൂടെ ഇവരുടെ രണ്ടുപേരുടെയും ചരിത്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ നമുക്ക് സാധിക്കും. കാരണം ഉമർ റളിയല്ലാഹു തആല അൻഹു വഫാത്തായി ഇങ്ങനെ കിടത്തിയ സന്ദർഭത്തിൽ അലി റളിയല്ലാഹു തആല അൻഹു പറയുന്ന വളരെ ഉള്ളുലക്കുന്ന ഒരു വാചകമുണ്ട്. ഈ ഒരു രണ്ട് വ്യക്തികളുടെയും കൂടെ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും കൂടെ
ഉമർ റളിയല്ലാഹു തആല അൻഹു ആകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു, ഞാൻ വിചാരിച്ചിരുന്നു. എന്നിട്ട് പറയുകയാണ്, ഞാൻ പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടിട്ടുണ്ട്, ജിഇതു അന വ അബൂബക്കർ, വന്നു ഞാനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവും അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു തആല അൻഹു വന്നു. വ ദഖൽതു അന വ അബൂബക്കർ വ ഉമർ, ഉമർ റളിയല്ലാഹു തആല അൻഹുവും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവും ഞാനും പ്രവേശിച്ചു. അതുപോലെ തന്നെ വ ഖറജതു അന വ അബൂബക്കർ വ ഉമർ, ഉമർ റളിയല്ലാഹു തആല അൻഹുവും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവും ഞാനും പ്രവേശിച്ചു. ഇങ്ങനെ പല രീതിയിൽ പല ഹദീസുകളിലായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെയും ചേർത്ത് പറയുന്നുണ്ട്. ഇതൊക്കെ ഈ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത്, ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രം നമ്മൾ ആഴത്തിൽ പഠിക്കുകയാണെങ്കിൽ അതോടൊപ്പം നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അതുപോലെ തന്നെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെയും ചരിത്രം നമ്മൾക്ക് പഠിക്കാൻ സാധിക്കും. അവസാനമായിട്ട് ഈജിപ്ഷ്യൻ കവിയായിരുന്ന ഹാഫിദ് ഇബ്രാഹിമിൻ്റെ അതിമനോഹരമായിട്ടുള്ള ഒരു കവിത ആലപിച്ച് ഈ ഒരു ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. അദ്ദേഹം പറയുകയാണ്, ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ പുകഴ്ത്തി അദ്ദേഹം പറയുകയാണ്, ജുഉൽ ഖലീഫത്തി വദ്ദുനിയ ബിഖബ്ളതിഹി, ലോകം മുഴുവനും തൻ്റെ കൈപ്പിടിയിലായിരുന്നിട്ടും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വിശപ്പും ദാരിദ്ര്യവും അനുഭവിച്ചിരുന്നു. ഫിസ്സുഹുദി മൻസിലത്തുൻ സുബ്ഹാന മൂലിഹ, ഖലീഫയായിരുന്നിട്ടും ത്യാഗസമ്പൂർണമായിട്ടുള്ള ഒരു ജീവിതമാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നയിച്ചത്. ഫമൻ യുബാരി അബാ ഹഫ്സിൻ വസീറതഹു, അബു ഹഫ്സ് എന്ന് പറഞ്ഞാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് സാദൃശ്യരാവാനേ അല്ലെങ്കിൽ അവരെ പോലെ ആരാണ് ഈ ഭൂമി ലോകത്തുള്ളത്? ഔ മൻ യുഹാവിലു ലിൽ ഫാറൂഖി തശ്ബീഹ, അല്ലെങ്കിൽ ആർക്കാണ് ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ സാദൃശ്യമാവാൻ സാധിക്കുക എന്ന് ഈജിപ്ഷ്യൻ കവിയായിരുന്ന ഹാഫിദ് ഇബ്രാഹിം ഒരു കവിതയിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് മുതൽ നമുക്ക് ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ജീവചരിത്രത്തിലേക്ക് പ്രവേശിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.